ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഞാൻ അർഷിത ഫാത്തിമ. ഞാനിന്ന് ഒരു കല്യാണത്തിൽ പങ്കെടുക്കാൻ പോവുകയാണ്. വേറെ അറിയല്ല, എൻ്റെ കുടുംബത്തിലുള്ള ഒരാളെ കേട്ടോ. എന്ത് പറയാനാ, അവിടെ ഉള്ളിലെത്തിയപ്പോൾ എൻ്റെ കണ്ണ് ആകെ മഞ്ഞളിച്ചു. നുറുവനെയുണ്ടായിരുന്നു ലൈറ്റുകൾ. അത് കണ്ട് ആസ്വദിച്ചിരുന്നു ഒരു മണിക്കൂർ. എൻ്റെ ഉമ്മയുടെ കുടുംബത്തിലായിരുന്നു കേട്ടോ കല്യാണം. എന്താണെന്നറിയോ ഗെറ്റപ്പും സെറ്റപ്പൊക്കെ. ഞാനത് നോക്കി നോക്കി നിന്നു. പിന്നെ കല്യാണത്തിന് വന്നതൊക്കെ മറന്നുപോയി. ലൈറ്റിൻ്റെ ചന്തം കാരണം നോക്കിയേയിരുന്നു. ഒരു മിനിറ്റ് ഞാൻ സ്തംഭിച്ച് നിന്നുപോയി ആ കാഴ്ച കണ്ട്. അത്രയും ആഡംബരമായ കല്യാണമായിരുന്നു. പിന്നെ ഭക്ഷണത്തെക്കുറിച്ചോ കല്യാണത്തിന് എന്തിനാ വന്നതെന്ന് പോലും ഞാൻ മറന്നുപോയി. അതിനുള്ളിലെത്തിയാൽ അത്രക്കും വലിയ എക്സ്പീരിയൻസ് ആണ്. നമുക്ക് 2-3 ദിവസമെങ്കിലും നോക്കി നിൽക്കാൻ തോന്നും. അത്രയ്ക്കും ഭംഗിയുണ്ടായിരുന്നു. ചില തട്ടിൽ നക്ഷത്രങ്ങൾ തൂങ്ങിക്കിടക്കുന്നത് പോലെ ഉണ്ടായിരുന്നു അവിടുത്തെ ലൈറ്റുകളെ കാണുമ്പോൾ. ഞാൻ ഒരു നിമിഷം അത് നോക്കി നിന്നുപോയി. കല്യാണ ഓഡിറ്റോറിയത്തിൽ കയറിയതു മുതൽ ഇരിക്കുകയോ ഒന്നും ചെയ്യാതെ നോക്കി നിൽക്കുക തന്നെയാണ്. കയറിയിടും ആ തിരക്കിനിടയിലൂടെയല്ലേ. പിന്നെ ഒന്നും നോക്കിയില്ല. സീറ്റിനെയും ഒന്ന് ശാന്തമാണോ എന്നൊന്ന് നിരീക്ഷിച്ചു നോക്കിയപ്പോൾ എന്താ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിൽ ഏതെണ്ണത്തിലും കയറി നിൽക്കണം എന്ന് പോലും അറിയാതെയായിരുന്നു ഞാൻ. കാരണം അത്രയും ഭംഗിയുണ്ടായിരുന്നു. ആ ഓഡിറ്റോറിയത്തിലെ അലങ്കാരങ്ങളും കസേരയും ഒക്കെ കണ്ടാൽ ഒരു വലിയ സ്വർഗത്തിൽ പോയ ഫീലാണ്. കാരണം അത്രയും ഭംഗിയുണ്ടായിരുന്നു. അത് നേരിട്ട് കണ്ടാൽ മാത്രമേ നമുക്കത് പറയാൻ കഴിയുകയുള്ളൂ. അത്രക്കും ഭംഗിയായിരുന്നു. കുറേ ആളുകളും തിരക്കുകളും ഉണ്ടായിരുന്നു. എത്രയാ ആളുകൾ. ഞാൻ നോക്കി നിന്നു. എത്രയാ ആളുകൾ വരുന്നതും പോകുന്നതും അത് നോക്കി നിൽക്കുകയായിരുന്നു ഞാൻ. കുറേ ഉണ്ടായിരുന്നു കേട്ടോ വിശേഷങ്ങൾ പറയാൻ. കണ്ടില്ലേ, നക്ഷത്രങ്ങൾ തൂങ്ങി നിൽക്കുന്നത് പോലെ എത്ര ലൈറ്റുകളാ. ആ ഭംഗിയെ കാണാൻ എന്ത് ഭംഗിയാ. ഞാൻ കണ്ട് സ്തംഭിച്ച് നിന്നു പോകുകയായിരുന്നു. ഇത്രയും കണ്ട ശേഷം നിങ്ങൾ പറയില്ലേ എന്താ ഭക്ഷണത്തിനൊന്നും അത്ര വലിയ പുതുമയൊന്നുമില്ലേന്ന്. ഭക്ഷണത്തിന് മാത്രമല്ല, അവിടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു പുതുമയും വളരെ വ്യത്യാസകരവും വളരെയധികം നമ്മളെ അവിസ്മരിക്കാനാവാത്ത അത്രയും കാഴ്ചകളുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ കസാലകൾ അട്ടിക്കട്ടിക്ക് വെച്ചത് കണ്ടപ്പോൾ എനിക്ക് തിയേറ്ററിൽ സിനിമ കാണാൻ നിൽക്കുന്ന ഒരു ഫീലായിരുന്നു. ഇപ്പോൾ നിപ്പയൊക്കെ അല്ലേ. അവിടെ തന്നെ ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ 2 താത്താരെ നമ്മളെ സ്വീകരിക്കാനും സാനിറ്റൈസറൊക്കെ അടിച്ചു തരാനും ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഭക്ഷണങ്ങളിലുണ്ട് പലവിധം. എന്തൊക്കെ ഐറ്റംസ് ആയിരുന്നു എന്നറിയോ. പേരോ നാടോ എവിടുന്നാ വന്നതുകൂടി അറിയാത്ത ഐറ്റംസ് ആയിരുന്നു. ഒന്നും നോക്കില്ല, വേഗം തട്ടിവിട്ടു. കാരണം അത്രയും ഉണ്ടായിരുന്നു. ഈ കല്യാണത്തിൽ ഏറ്റവും വെറൈറ്റി എന്ന് പറയുന്നത് ചിക്കൻ സൂപ്പ്, മട്ടൻ സൂപ്പ് എന്നുള്ള സൂപ്പുകളും എല്ലാ തരവും ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു പ്രത്യേകതയാണല്ലോ, എവിടെ ചെന്നാലും ഐസ്ക്രീം ഉണ്ടാകും. ആ ഐസ്ക്രീമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. പക്ഷേ എനിക്ക് ഈ ഐസ്ക്രീമിൽ പിസ്ത ഇഷ്ടമായില്ല കേട്ടോ. കാരണം ഇച്ചിരി മധുരം കൂടുതലാണ്. ക്യൂ നിൽക്കുകയായിരുന്നു ആളുകൾ ഐസ്ക്രീം കഴിക്കാൻ. ഞാനും വാങ്ങാതിരിക്കുമോ. ഞാനും 2-3 തവണ ക്യൂ നിന്ന് എൻ്റെ ഐസ്ക്രീം ഞാൻ വാങ്ങി. 4 ഫ്ലേവർ ഉണ്ടായിരുന്നു. പിസ്ത, മാംഗോ, ബട്ടർ സ്കോച്ച്, ഓറിയോ ഐസ്ക്രീം ആണെന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു കേക്ക് തിന്നുന്ന ഫീലായിരുന്നു ഓറിയോ ഐസ്ക്രീമിന് എനിക്ക് തോന്നിയത് കേട്ടോ. ഇതതിൻ്റെ ഇടയിൽ വെച്ച് നിർത്തിയതാണ്. അതേപോലെ തന്നെ കുറേ വെറൈറ്റി ഫുഡുണ്ടായിരുന്നു. പൊറാട്ട, പത്തിരി, ഇതൊക്കെ എവിടെയും കാണാം. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ പൂരിയാണ്. അതുപോലെ തന്നെ കറികളും ഉണ്ട് പലതരം. ചിക്കൻ കറി, മട്ടൻ വറുത്തിയത്, അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ സൂപ്പുകൾ വളരെ അധികമായിരുന്നു. പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും ഉണ്ടല്ലോ ഒരു ചെറിയൊരു പുതുമ. 2 തരം സലാഡ് ഉണ്ടായിരുന്നു. ഒന്ന് ഫ്രൂട്ട്സിൻ്റെ ആണെങ്കിൽ ഒന്ന് വെജിറ്റബിൾസിൻ്റെ ആയിരുന്നു. ഞാൻ വളരെ നേരം ആസ്വദിച്ച് കഴിക്കുകയായിരുന്നു. പലതരം ഇവിടെ ഒന്നും കാണാത്ത വിഭവങ്ങളായിരുന്നു. അതും അവിടുത്തെ അലങ്കാരങ്ങൾ എന്നെ അവിസ്മരിച്ച് നോക്കിയിരുന്നു. കാരണം അത്രയും ഭംഗിയുണ്ടായിരുന്നു അതെല്ലാം കാണാൻ.
മനോഹരമായ സ്വർണ്ണത്തളിക ചെമ്പിലായിരുന്നു എല്ലാ കറികളും എല്ലാ ഭക്ഷണ വസ്തുക്കളും നിറച്ചിരുന്നു. അതിൽ നിന്ന് കോരിയെടുക്കുന്നത് കാണാൻ എന്തായാലും ഒരു ഭംഗി. ആ പുതുമയും ആസ്വദിച്ച് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. കൂടെ ഉപ്പയും ഉമ്മയും ഉണ്ടായിരുന്നു ട്ടോ. എന്ത് ഭംഗിയാലേ! അവിടുത്തെ ലൈറ്റ് തന്നെ ഒരു 2 മിനിറ്റെങ്കിലും നോക്കി നിൽക്കാൻ തോന്നും. കാരണം അത്രയും ഭംഗിയാണ് അവിടെയുള്ള ഓരോ സ്ഥലങ്ങളെ കാണാനും. അവർ എത്രയും ശ്രദ്ധിച്ചാണ് അതെല്ലാം ചെയ്തത് എന്ന് അവരുടെ ആ ഡെക്കറേറ്റിംഗ് പുതുമയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം അത്രയും ഉണ്ടായിരുന്നു. മനോഹരമായ പൂക്കൾ, ഭക്ഷണ സ്ഥലത്ത് വരെ മനോഹരമായ പൂക്കളും പലവർണ്ണത്തിലുള്ള ലൈറ്റുകളും ഒക്കെ ധരിച്ച് ആയിട്ടായിരുന്നു ഇരുന്നത്. കയറി വരുന്ന സ്ഥലത്തോ അത്രയും മനോഹരം. എൻ്റെ കൂടെ ഉമ്മയും ഉണ്ടായിരുന്നു ട്ടോ കഴിക്കാൻ. ഞങ്ങൾ അത്രയും നേരം ആ മനോഹരമായ കാഴ്ച നോക്കിയതിന് ശേഷം ഉമ്മയും ഞാനും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. എന്ത് ഭംഗിയാലേ! പലതരങ്ങളിലുള്ള ലൈറ്റുകളും അതുപോലെ തന്നെ അവിടെയുള്ള ഡെക്കറേഷൻ കണ്ടാൽ തന്നെ നമ്മൾ 1 മിനിറ്റ് നോക്കി നിൽക്കുന്ന ആ കാഴ്ച കണ്ടപ്പോൾ എനിക്ക് എത്രയോ വലിയ അത്ഭുതമായി. ഇതുവരെ ഞാൻ ഇങ്ങനെ ഒരു കല്യാണത്തിലും പോയിട്ടില്ല എന്ന് ഞാൻ ഉറപ്പിക്കുകയും ചെയ്തു. കാരണം ആ കല്യാണത്തിന് ഏറ്റവും വലിയ പുതുമ തന്നെ ആ ഓഡിറ്റോറിയമായിരുന്നു. അതേപോലെ തന്നെ കുറേ ആളുകൾ ഫുഡ് സർവ് ചെയ്യാനും ഉണ്ടായിരുന്നു ട്ടോ. എന്താ വേണ്ടെങ്കിൽ അത് എല്ലാം നമുക്ക് ചോദിക്കാം. എന്തിന്? പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ ചോറിൻ്റെ ഐറ്റമിലാണ് ട്ടോ പലതരം.